ആപ്കി അദാലത്തിൽ BJP നേതാവായ നിഷികാന്ത് ദുബെയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഗാന്ധി കുടുംബത്തിനെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന് താങ്കൾ ചെയ്യുന്ന ആ സേവനങ്ങൾ, അതുപോലെ ഈ അർപ്പണിപ്പും, ഇത് റീസെൻ്റായിട്ട് വന്നതാണോ അതോ കുറേ നാളായിട്ടുള്ളതാണോ? ഇല്ല, ഗാന്ധി കുടുംബത്തോട് എനിക്ക് എപ്പോഴും ബഹുമാനമേ ഉള്ളൂ. ബഹുമാനം കൊണ്ടാണ് ഇതെല്ലാം ഞാനിപ്പോൾ ചെയ്യുന്നത്. കാരണം അവർ രാജകുടുംബമല്ലേ, ഞാനൊരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളാണ്. എൻ്റെ കടമ അവരെ സേവിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. താങ്കൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിരുന്നു. അതിൽ സോണിയാഗാന്ധി താങ്കളെ കണ്ട സമയത്ത് അവരൊരു അമ്മയെപ്പോലെ പെരുമാറിയതായിട്ടാണ് താങ്കൾ പറഞ്ഞത്. അതെ, സോണിയാഗാന്ധി ഇപ്പോൾ ഒരു പൂർണ്ണമായ ഇന്ത്യൻ സ്ത്രീയായി മാറി. അവർക്ക് 2 ജോലിയേ ഉള്ളൂ. അതിൽ ഒരു ജോലി മകനെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തുക എന്നത്, മറ്റൊന്ന് മരുമകനെ സഹായിക്കുക. ഇവിടെ മകന്റെ കാര്യത്തിലൊന്നും സെറ്റാവുന്നില്ല. മരുമകനെ സഹായിച്ചതെല്ലാം തന്നെ CBI അന്വേഷണത്തിൽ പോയി നിൽക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് സോണിയാജിക്ക് വ്യക്തമായിട്ടറിയാം. ഇയാൾ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. 2024 ഇന്ററിൻ ബഡ്ജറ്റ് അത് കഴിഞ്ഞ് അവർ പുറത്തു വരുന്ന സമയത്ത് ഞാൻ രാജ്യസഭയിലേക്ക് പോവാണെന്ന് പറഞ്ഞു. അന്ന് അവർക്ക് സുഖമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ കണ്ട് ഹെൽത്ത് അന്വേഷിക്കാൻ വേണ്ടി പോയിരുന്നു. അവരെൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെപ്പോലൊരാൾ പാർലമെന്റിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പാർലമെന്റിൽ നിന്നുകൊണ്ട് അവരോട് താങ്കളുടെ മകൻ അലക്ഷ്യമായിട്ട് വരുന്നെന്ന് പറഞ്ഞു. പാർലമെന്റിൽ ഇതുവരെ റെക്കോർഡുണ്ട്. ഞാൻ പാർലമെന്റ് വെറും അരമണിക്കൂർ മാത്രമേ മിസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ പൈജാമ കുർതയിടാതെ പാർലമെന്റിന്റെ അടുത്ത് പോലും പോയിട്ടില്ല. കാരണം സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ഒരുപാട് പേർ കഷ്ടപ്പെട്ടതാണ്. അവരുടെ ആത്മാക്കൾക്ക് സങ്കടമാവും. ഞാൻ ഇതിനു വേണ്ടിയാണോ കാത്തിരുന്നത്? സ്വദേശിക്ക് വേണ്ടി സംസാരിച്ചു, ഗാന്ധിജിക്ക് വേണ്ടി സംസാരിച്ചു, ജർഗയ്ക്ക് വേണ്ടി സംസാരിച്ചു. അങ്ങനെയുള്ളപ്പോ കീറി ഒരു പാന്റ് ഇട്ടോണ്ട്, ഒരു ടീഷർട്ട് ഇട്ടോണ്ട് വന്ന് പറയും ഞാനാണ് ഭാവി പ്രധാനമന്ത്രി എന്ന്. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ സുർജെ മുതൽ KC വേണുഗോപാൽ വരെ ബഹളം വെച്ചുകൊണ്ടിരിക്കും, ഇദ്ദേഹമാണ് ഭാവി പ്രധാനമന്ത്രി എന്ന്. അങ്ങനെയുള്ളവർ ഒരിക്കലും ഇങ്ങനെയുള്ള ഡ്രസ്സിട്ട് വരരുത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സോണിയാഗാന്ധിയും പറഞ്ഞു നിഷികാന്ത് ലൂയി വിത്തോന്റെ ടീഷർട്ട്, അർമാനി സ്യൂട്ട് ഇതെല്ലാമാണ് ധരിക്കുന്നതെന്ന്. ഞാനൊരു പാവപ്പെട്ടവനാണെന്ന് നിങ്ങളോട് ഞാൻ എപ്പോഴാ പറഞ്ഞത്? അത് ഇടില്ലാന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞത്? ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പാർലമെന്റിൽ വരരുത്. ഞാനൊരിക്കലും ഇതുപോലെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരില്ല. ഇത് പാർലമെന്റിനെ ബഹുമാനിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ വേണേയിരുന്നു, അതിൽ ആർക്കും ഒരു പരാതിയുമില്ല. പക്ഷെ പാർലമെന്റിന്റെ ഡിഗ്നിറ്റി എന്താ? നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളല്ലേ. താങ്കൾ വസ്ത്രധാരണത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, അവരുടെ ജീവിത രീതികളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഒരു അർബൻ നെക്സലറ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇലക്ഷൻ കമ്മീഷന് സംശയം, ജുഡീഷ്യറിയെ സംശയം, ബ്യൂറോക്രസിയെ സംശയം, പ്രധാനമന്ത്രിയെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ജനാധിപത്യത്തെ തന്നെ നിങ്ങൾ സംശയിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹം യാത്രകൾ പോകുമ്പോൾ വിയറ്റ്നാം, കംബോഡിയ, ബഹ്റിൻ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട്. കൂടാതെ USA, ഫോർഡ് ഫൗണ്ടേഷൻ, പിന്നെ സോറസ് ഫൗണ്ടേഷൻ, സാം പിത്രോഡയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ പോയി വന്ന് പിന്നീട് ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ നോക്കുന്നു. ആർമിക്കെതിരായ അഗ്നിവീറിനെ കുറിച്ച് പറയുന്നു. ഇവിടെ സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെയുള്ളവർ അർബൻ നക്സലേറ്റ് എന്ന് പറയാതെ വേറെന്ത് പറയാനാണ്? യഥാർത്ഥത്തിൽ അതൊരു ചെറിയ വാചകമാണ്. ഇതിലും നല്ലൊരു വാചകം കിട്ടിയാൽ അത് ഉപയോഗിക്കാനും എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ തയ്യാറാണ്. ഈ രാജ്യത്തെ ഏകദേശം 50 വർഷം ഭരിച്ചൊരു പാർട്ടിയാണ്. രാഹുൽ ഗാന്ധിയും 10 വർഷമായിട്ട് ആ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ഈ ദേശത്തെ പിരിക്കുന്ന വ്യക്തി ദേശദ്രോഹി എന്നൊക്കെ വിളിച്ചാൽ എങ്ങനെയാ? നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലേ? ആർമിയിൽ അഗ്നിവീർ പദ്ധതിയിലൂടെ യുവാക്കളെ സെലക്ട് ചെയ്യുന്നു. അവരെ നിങ്ങൾ പലതും പറഞ്ഞ് ദേഷ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ, അതായത് നമ്മുടെ പ്രധാനമന്ത്രി ശരിക്കും പറഞ്ഞാൽ അധിക അളവിൽ ഈ ലോകത്തിൽ തന്നെ വളരെയധികം ബഹുമാനവും ആദരവും നമ്മുടെ പ്രധാനമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രധാനമന്ത്രി കാരണമാണ്, അതായത് ഇന്ന് ലോകം മുഴുവനും G20 ആവട്ടെ, G7 ആവട്ടെ, എവിടെ പോയാലും ചിലർ പറയും പ്രധാനമന്ത്രി എന്റെ സുഹൃത്താണ്. അതായത് ട്രംപ് പോലും ഇദ്ദേഹം എന്റെ സുഹൃത്താണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർ പറയുന്നു നരേന്ദ്ര സറണ്ടർ എന്ന്. നിങ്ങളിങ്ങനെ അലക്ഷ്യമായി പാർലമെന്റിൽ നിന്നുകൊണ്ട് ഒച്ചവച്ചാൽ ശിവനെ കുറിച്ച് പറയുന്നു, മുദ്രയെക്കുറിച്ച് പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല. മുദ്ര എന്ന് വെച്ചാൽ 7 അല്ല, അത് 14 കലകളാണ്. അതായത് റാണി, പട്രാണി, മഹാറാണി, കൃഷ്ണ, ഗീത, രാമായണം, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല. പിന്നെ ജാതിയെക്കുറിച്ച് ചോദിക്കും.
നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരാന്ന് ചോദിക്കും. 2014 വരെ നിങ്ങൾ ഭരിച്ചതാണ്. നിങ്ങൾക്കറിയില്ലേ എത്ര ഉദ്യോഗസ്ഥന്മാർ SC, ST, OBCയിലുണ്ടെന്ന്? എത്ര പത്രപ്രവർത്തകർ SC, ST, OBCയിലുണ്ട്? ഇവിടെയുള്ളവരെ ഇളക്കി വിടാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് സ്തംഭിപ്പിക്കാനാണ് നോക്കുന്നത്. നിങ്ങളെ അർബൻ നക്സൽ എന്ന് പറയാതെ വേറെന്ത് പറയാനാണ്? വിഭജിക്കാൻ നോക്കുന്നവരെ അതല്ലേ വിളിക്കാൻ പറ്റൂ. പറയുന്നത് വെച്ചാൽ ഞാൻ നരേന്ദ്രമോദിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അതുപോലെ അദ്ദേഹത്തിനോട് ചാലഞ്ച് ചെയ്യുന്നു. അതുകൊണ്ടാണ് വിടാതെ എല്ലാവരും പിന്തുടരുന്നത്. നരേന്ദ്രമോദിജിയോട് നിങ്ങൾ എന്താണ് ചോദിക്കാൻ പോകുന്നത്? അദ്ദേഹം അതെല്ലാം കടന്ന് മുകളിലാണ്. അദ്ദേഹത്തോട് ആദ്യം അവരോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. റീസെന്റ് ആയിട്ട് നടന്ന ഒരു കാര്യം പറയാം. അതായത് അമേരിക്കയോടൊപ്പം ചേർന്ന ട്രേഡ് ഡീലിൽ ഇന്ത്യ ഇട്ട എഗ്രിമെന്റിൽ ട്രംപ് പറയുന്നത് പോലെയാണ് നിങ്ങൾ അനുസരിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഇന്ത്യ എപ്പോൾ സറണ്ടറായെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പിതാവ് സൂപ്പർ കമ്പ്യൂട്ടർ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സമയത്ത് സറണ്ടറായി. അഫ്ഗാനിസ്ഥാൻ പിന്നെ പാകിസ്ഥാൻ ഇവർ തമ്മിലുണ്ടായ ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഞങ്ങൾ റഷ്യക്കെതിരായി അമേരിക്കയ്ക്ക് അനുകൂലമായി നടപടിയെടുത്തു. റഷ്യൻ ഫോഴ്സസ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു പോകാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇത് പുറത്താർക്കും അറിയില്ല. സറണ്ടർ എപ്പോഴാണ് ഉണ്ടായെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഗോതമ്പ് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തപ്പോൾ നടന്നതാണ്. അതായത് സറണ്ടർ നടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വ്യോമസേനയെ 1961 അമേരിക്കയ്ക്ക് കൊടുത്തു. ഒരു സൈന്യത്തെ അമേരിക്കയ്ക്കായി കൊടുത്തു. അതാണ് സറണ്ടർ. ഇപ്പോഴും നന്ദാദേവി മലയിൽ ഞാൻ ഓൺ റെക്കോർഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് 62 ചൈനയുമായിട്ടുള്ള യുദ്ധം അവരുടെ ഉപദേശം അനുസരിച്ചാണ് നടന്നത്. ഇന്നും ന്യൂക്ലിയർ ഡിവൈസ് നന്ദാദേവി ഭാഗത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യ മുഴുവൻ ഗംഗയുടെ തീരങ്ങളിൽ ജനങ്ങൾക്ക് ക്യാൻസർ പിടിപെട്ടിരിക്കുന്നു. നിങ്ങളാണ് സറണ്ടർ ചെയ്തത്. ഞങ്ങളുടെ നേതാവ് നമ്മുടെ ബലത്തെയാണ് കാണിച്ചത്. ട്രംപിനെ ട്രേഡ് ഡീലിനു വേണ്ടി നിർബന്ധിതനാക്കി. അത് ബംഗ്ലാദേശ് ആയിക്കോട്ടെ, ശ്രീലങ്ക ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, അവരുടെ ഉടമ്പടി പ്രകാരം 19-20% ആയിരുന്നു, ഞങ്ങൾ 80% ആക്കി. ആദ്യം അവർ ചെയ്തത് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ പറയാവൂ. അവരുടെ രണ്ടാമത്തെ കുറ്റാരോപണം എപ്പോഴും ഇത് തന്നെയാണ്. അതായത് ഇന്ത്യ ചൈനയോട് സറണ്ടറായി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനെ കണ്ടാൽ പേടിക്കുകയാണെന്ന്. ഹാൻഡേഴ്സൺ ബ്രൂക്സ് റിപ്പോർട്ടിൽ ഭഗത് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കോൺഗ്രസ് അത് പുറത്തുവിട്ടിട്ടില്ല. അതിൽ 38,000 സ്ക്വയർ കിലോമീറ്റർ ചൈന യഥാർത്ഥത്തിൽ കയ്യേറിയിരിക്കുകയാണ്. ഈ കാര്യം പാർലമെന്റിൽ പറയുന്ന സമയത്ത് അപ്പോൾ തന്നെ മുൻ പ്രതിരോധ മന്ത്രി മഹാവീർ ത്യാഗി ചോദ്യമുന്നയിച്ചു. ഈ ഭൂമി നിങ്ങൾ എങ്ങനെ വിട്ടുകളയും? ശരിക്കും ഈ യുദ്ധം എങ്ങനെ ഉണ്ടായി? ടിബറ്റും ഇന്ത്യയും ചൈനയും സഹോദരങ്ങളെ പോലായിരുന്നല്ലോ. അതിന് അവർ പറയുന്നത് ആ സ്ഥലത്ത് പുല്ലുപോലും മുളക്കില്ലെന്ന് പറഞ്ഞു. അതായത് പ്രയോജനമില്ലാത്ത ഭൂമി. അതിന് മഹാവീർ ത്യാഗി പറഞ്ഞു, നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും ഇല്ലല്ലോ, എന്നുവെച്ച് നിങ്ങളുടെ തല വെട്ടിക്കളയാൻ പറ്റുമെന്ന് ചോദിച്ചു. കാരണം അതും മൺയൂസല്ലേ, തലയിൽ ഒരു രോമം പോലും ഇല്ലല്ലോ. അതായത് സറണ്ടർ നിങ്ങളുടെ മുത്തശ്ശന്റെ കാലത്ത് നടന്നതാണ്. അതാണിപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ കൽവാൻ മുതൽ ഭൂട്ടാൻ വരെ ഉണ്ടായ എതിർപ്പുകളിൽ ഞങ്ങൾ ചൈന സൈന്യത്തെ പിന്തള്ളിയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ ചൈന ക്ഷണിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് അമർഷവും. 2008 എഗ്രിമെന്റ് സൈൻ ചെയ്തതാണ്. അവർ വിചാരിച്ചു ഏജന്റിന് വെച്ച് ഇതൊക്കെ എളുപ്പം തീർക്കാമെന്ന്. പക്ഷേ മോദിജി വന്നതിന് ശേഷം ഇതെല്ലാം അവസാനിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് അവർ വല്ലാതെ വിഷമിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറയുകയാണ് രാഹുൽ ഗാന്ധി അയോധ്യയിലുള്ള രാമക്ഷേത്രത്തിൽ പോയില്ലെന്ന്. അതായത് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ പോയാൽ എന്താ, പോയില്ലല്ലോ എന്താ? താങ്കൾക്ക് എന്ത് പ്രശ്നമാണ്? അല്ല, നിങ്ങളെ ബ്രാഹ്മണനാണെന്ന് പറയുന്നു, പൂണൂലിടുന്ന ബ്രാഹ്മണനാണെന്ന് പറയുന്നു. നിങ്ങൾ എങ്ങനെ ബ്രാഹ്മണനായെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയൂ, ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തെളിവ് തന്നിട്ടുണ്ട്. മീരാ കുമാർജി ജഗ്ജീവൻ രാംജിയുടെ മകളാണ്. പക്ഷേ അവർക്ക് കുഷ്വാ കുടുംബവുമായിട്ട് വിവാഹം നടന്നു. പക്ഷേ അവരുടെ കുട്ടികൾ ഷെഡ്യൂൾ കാസ്റ്റ് അല്ല. പക്ഷേ അംബേദ്കർ എഴുതിയതിൽ ഇങ്ങനെയല്ല പറയുന്നത്. ഹിന്ദുമതത്തിലെയും അത് തന്നെയാണുള്ളത്. ഒരു പെൺകുട്ടിയെ എങ്ങോട്ട് വിവാഹം കഴിച്ചയക്കുന്നോ അതാണ് അവരുടെ ജാതി. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ബ്രാഹ്മണർ ചെയ്യുന്ന പൂജകളെല്ലാം നിങ്ങളും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കില്ലേ? നിങ്ങളുടെ മുത്തശ്ശൻ അമ്പലത്തിൽ പോയിട്ടില്ല, നിങ്ങളും അയോധ്യയിൽ ചെന്ന് രാമക്ഷേത്രം ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അത്രയേ ഉള്ളൂ. രാഹുൽ പാന്റ് ധരിച്ചാലും താങ്കൾക്ക് പ്രശ്നമാണ്, ജനു ധരിച്ചാലും താങ്കൾക്ക് പ്രശ്നമാണ്. ഞാൻ അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുകയാണ്. അദ്ദേഹം രാജകുടുംബത്തിൽപ്പെട്ടയാളല്ലേ. ആ രാജാവ് ഒരു ബ്രാഹ്മണനായതുകൊണ്ട്, പിന്നെ ഞാനൊരു മന്ത്രിയല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അതായത് നിങ്ങളുടെ മുത്തശ്ശൻ ഖാദി ഉടുത്തുകൊണ്ടാണ് വന്ന് ഭരണം പിടിച്ചത്. നിങ്ങളെ ബ്രാഹ്മണനാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് കാവി ഉടുക്കണം, പിന്നെ അമ്പലത്തിൽ പോകണം. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇത് സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ താങ്കളെ കാണുന്നത് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ എന്താ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ? ഞാൻ
ആ, ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്നും പിൻവാങ്ങില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് താങ്കളെ വളരെയധികം ഇഷ്ടമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പാർലമെന്റിൽ താങ്കൾ പുസ്തകങ്ങളൊക്കെ കാണിച്ചപ്പോൾ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പ്രശ്നമുണ്ടാക്കി. പക്ഷേ പ്രിയങ്ക ഗാന്ധി എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ താങ്കൾ പുസ്തകം തലകീഴായിട്ടാണ് പിടിച്ചിരിക്കുന്നത്, നേരെ പിടിക്കാൻ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിക്ക് ഭയമായിരുന്നു റോബർട്ട് വാഡ്രയെ കുറിച്ച് ഞാനൊന്നും പറയാൻ പാടില്ലെന്ന്. അതുകൊണ്ട് അവരൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതാണ്. അതായത് ശരത് പവാറിന്റെ ബർത്ത്ഡേയുടെ സമയത്ത് അവിടെ ധാരാളം പേരുണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ രാഹുലിനോട് താങ്കളെക്കാൾ നന്നായിട്ട് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയത് പറഞ്ഞു. എൻ്റെ MP അറ്റൻഡൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശരിക്കും 100%. പാർലമെന്റിൽ കൂടുതൽ സമയം നിൽക്കുന്നയാളും ഞാനാണ്. അതായത് സഭ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നവരെ ഞാൻ അവിടെ ഉണ്ടാകും. ഞാൻ അവിടെ എല്ലാവരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഞാനവിടെ ചേട്ടനനിയത്തി കാര്യം പറയുന്നതിന് മുൻപ് ഞാനൊരു 17-18 വർഷമായിട്ട് രാഹുൽജിയെ കാണുന്നുണ്ടല്ലോ. ഒന്നിലും ഒരു വ്യക്തതയില്ല. നിയമങ്ങൾ, സംവിധാനം, റൂൾ. ശരിക്കും പറഞ്ഞാൽ ഹെഡ്ഫോൺ എങ്ങനെ വെക്കണമെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അത്രയ്ക്ക് അലസനാണ് അദ്ദേഹം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ജ്യോതിരാജ് സിന്ധ്യ പാർട്ടിയിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പ്രോംപ്റ്റ് ചെയ്യും. പക്ഷേ പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തെക്കാൾ ബോൾഡായിട്ട് സംസാരിക്കും. ഇതൊക്കെ താരതമ്യം ചെയ്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹത്തിന്റെ അനിയത്തിയോട് തന്നെ അദ്ദേഹം ദേഷ്യപ്പെടുന്നു. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസിനെ രക്ഷിക്കുക? എന്ത് സംഭവിച്ചാലും ശരി, കോൺഗ്രസ് 3 പ്രാവശ്യം പാർലമെന്റ് ഇലക്ഷനിൽ തോറ്റാലും രാഹുൽ ഗാന്ധിയുടെ കോൺഫിഡൻസ് വളരെ കൂടുതലാണ്. രാഹുൽ ഗാന്ധിക്ക് കോൺഫിഡൻസ് ഉണ്ടാകാൻ കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ലാത്തതുകൊണ്ടാണ്. ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ കോൺഫിഡൻസ് കൂടിയല്ലേ പറ്റൂ. ഓഡിയൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, താങ്കളിപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് സോണിയാഗാന്ധി മേഡം രാഹുൽ ഗാന്ധിയെ ഭരണത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. എൻ്റെ ചോദ്യം എന്താണെന്നാൽ അതിൽ എന്ത് തെറ്റാണുള്ളത് സർ? ഒരമ്മ തങ്ങളുടെ മകന് രാഷ്ട്രീയ അധികാരം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ മകനൊരു നല്ല നിലയിലെത്തിക്കാണോന്ന് ആഗ്രഹിക്കില്ലേ സർ? രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലും കൊണ്ടുവരില്ല. അവൻ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യട്ടെ. രാജാവിന്റെ മകൻ രാജാവാകണമെന്ന് നിർബന്ധമില്ലല്ലോ. പക്ഷേ അവിടെ ചോദ്യം വളരെ ജെന്യൂൻ ആയിരുന്നു. ഒരുപക്ഷെ സോണിയാഗാന്ധി തന്റെ മകനെ രാഷ്ട്രീയത്തിൽ പ്രതിഷ്ഠിക്കാൻ നോക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി ആദ്യം തന്റെ മകനായ സഞ്ജയ് ഗാന്ധിയും പിന്നീട് രാജീവ് ഗാന്ധിയെ കൊണ്ടുവന്നു, നെഹ്റു ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവന്നു. ഇതൊരു കുടുംബ രാഷ്ട്രീയമല്ലേ? ഇതിലെന്ത് തെറ്റാണുള്ളത്? അതാണല്ലോ പ്രശ്നം. ഇത് ജനാധിപത്യത്തിലെ പുതിയ രാജതന്ത്രമാണ്. അതിന്റെ പേരിൽ ഞങ്ങളെപ്പോലെ ചെറിയ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകളെ തടയണമെന്നുണ്ടോ? ഞാനൊരു കുഗ്രാമത്തിൽ നിന്ന് സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. ഞാൻ എന്റെ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങളുടെ ഗ്രാമം, കൃഷി, പാവങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ, അവരുടെയൊക്കെ ഉന്നമനത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസും BJPയും തമ്മിലുള്ള പോരാട്ട വ്യത്യാസം. താങ്കളല്ലേ പറഞ്ഞത് സോണിയാഗാന്ധി തന്റെ മകനെ ഭരണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന്? അപ്പോ കോൺഗ്രസിലുള്ളവരെന്താ പറഞ്ഞെന്നറിയോ? താങ്കൾ ഭാര്യയെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ നോക്കിയാണെന്ന്. 2009 താങ്കളുടെ ഭാര്യയുടെ സ്വത്ത് മൊത്തത്തിൽ 50 ലക്ഷം മാത്രമായിരുന്നു. പക്ഷേ 2024 ആവുമ്പോൾ 31 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ്. ഞാനൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിരുന്നു. അന്ന് ഞാൻ കോൺഗ്രസിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാണെന്ന് പറഞ്ഞു. കാരണം ഇതിനു മുമ്പ് എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ല പേരും നല്ല അഭിപ്രായവും ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കോടിക്കണക്കിന് രൂപയുണ്ടെന്ന്, അതായത് SR വന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപയുണ്ടെന്ന് കോൺഗ്രസ് ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ച് ഇത്രയും വർഷത്തിനിടയ്ക്ക് എൻ്റെ അടുത്ത് 30 കോടിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നോട്ട് ചില സുഹൃത്തുക്കൾ എന്നോട് സംസാരിക്കുന്നത് നിർത്തി. ഞാൻ പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലോക്പാലിന്റെ ജഡ്ജ്മെന്റ് വന്നു. അതിൽ എൻ്റെ ഭാര്യ നിഫ്റ്റ് ഗ്രാജുവേറ്റ് ആണവർ. ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ മാംഗൂസ്, സാറ പോലുള്ള കമ്പനികൾക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം 2009 മുതൽ ഇന്നുവരെ എൻ്റെ സ്വത്തിൽ 1 രൂപ പോലും കൂടിയിട്ടില്ല. ഒരുപക്ഷെ മാർക്കറ്റ് വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ലോക്പാലിന്റെ ജഡ്ജ്മെന്റും വന്നു കഴിഞ്ഞു. എന്നോടും എൻ്റെ കുടുംബത്തോടും കോൺഗ്രസ് ഒരുപാട് ദുഷ്പ്രവൃത്തി ചെയ്തു. ഇതൊക്കെ എനിക്ക് പുറത്തു പറയേണ്ട അവസ്ഥയാണിപ്പോൾ. ചില ബിനാമി സ്വത്തുക്കളുണ്ടാവും, അത് ഞാൻ ഡിസ്ക്ലോസ് ചെയ്ത് നിങ്ങളോട് പറയാം. കോൺഗ്രസ് പറയുന്നത് വിശ്വസിക്കരുത്. എൻ്റെ അടുത്ത് വെറും 30 കോടിയല്ല 300 കോടിയുടെ സ്വത്തുണ്ട്. ഇങ്ങനെയൊരു കാര്യം പറയുന്ന ഒരേ ഒരു MP താങ്കൾ മാത്രമായിരിക്കും. അല്ല, എനിക്കെന്നും പറഞ്ഞൊരു സ്റ്റേറ്റസ് വേണമല്ലോ, വേറെന്ത് ചെയ്യാനാ?